നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഹിന്ദു നേതാക്കളെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടെന്ന് ആരോപിച്ച് രജിസ്റ്റർ ചെയ്ത കേസിൽ ഭീകരൻ മോട്ടു ഡോക്ടർ എന്ന നബീൽ അഹമ്മദിന്റെ ഹർജിയിൽ ഇളവ് നൽകാതെ കർണാടക ഹൈക്കോടതി. ഹിന്ദു നേതാക്കളെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചനയിൽ പങ്കെടുത്തതിന് മോട്ടു ഡോക്ടർക്കെതിരെ കേസ് നടക്കുന്നുണ്ട്. ഈ കേസിൽ നിന്ന് കോടതി വെറുതെ വിടണമെന്നാണ് മോട്ടു ഡോക്ടർ ഹർജിയിൽ ആവശ്യപ്പെട്ടത്. 2012 IPC ഇന്ത്യൻ ആയുധ നിയമം, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം എന്നിവ പ്രകാരം ബസവേശ്വര നഗർ പോലീസാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് അന്വേഷണം ദേശീയ ഏജൻസിക്ക് കൈമാറി. ഡൽഹി കോടതി തനിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളിൽ നിന്ന് തന്നെ വെറുതെ വിട്ടതായി 21ാം നമ്പർ പ്രതിയായ ഹർജിക്കാരൻ വാദിച്ചു. അതിനാൽ ബംഗളൂരുവിലെ കേസിൽ സമാനമായ ചില വസ്തുതകളിലും സാഹചര്യങ്ങളിലും ഡൽഹി കോടതിയിൽ വിചാരണ നേരിടേണ്ടി വന്നതായി കാണിച്ച് അദ്ദേഹം ബംഗളൂരുവിലെ പ്രത്യേക കോടതിയിൽ അപേക്ഷ നൽകി. ഇത് കണക്കിലെടുക്കുമ്പോൾ CRPCയുടെ 300ാം വകുപ്പ് കണക്കിലെടുത്ത് അതേ വസ്തുതകളുടെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വീണ്ടും വിചാരണ ചെയ്യാൻ കഴിയില്ല. എന്നാൽ രണ്ട് കേസുകളും ഒന്നല്ലെന്നും രണ്ട് വ്യത്യസ്ത സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നും ചൂണ്ടിക്കാട്ടി പ്രത്യേക കോടതി ഹർജി തള്ളുകയായിരുന്നു. ഇത് CRPCയുടെ 300ാം വകുപ്പ് പ്രയോഗിക്കുന്നതിനുള്ള അടിസ്ഥാനമല്ല. ഹർജിക്കാരനെ ഡൽഹി കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കാം. എന്നാൽ ആ കുറ്റവിമുക്തനാക്കൽ ബംഗളൂരു കോടതിയുടെ വിചാരണ നിർത്തുന്നില്ല. വാസ്തവത്തിൽ ഈ നിയമം ഹർജിക്കാരനെ ഡൽഹി കോടതി ചുമത്തിയതും വിചാരണ ചെയ്തതുമായ കുറ്റകൃത്യങ്ങൾക്ക് കാരണമായി അവ ബംഗളൂരു കോടതി വിചാരണ ചെയ്യുന്ന അതേ കുറ്റങ്ങളല്ല. ഒരുപക്ഷെ പ്രവൃത്തികൾക്ക് സമാനതകൾ ഉണ്ടാവാം, പക്ഷെ അവ സമാനമല്ല. രണ്ട് വിചാരണകളുടെയും ചില സാക്ഷികൾ ഒന്നായിരിക്കാം. വീണ്ടും ഇത് CRPCയുടെ 300ാം വകുപ്പ് പ്രയോഗിക്കുന്നതിനുള്ള അടിസ്ഥാനമല്ല, ഹൈക്കോടതി പറഞ്ഞു. 2012 ഗൂഢാലോചനയിൽ മോട്ടു ഡോക്ടർ പങ്കെടുത്തതായി വ്യക്തമായിട്ടുണ്ട്. ലഷ്കർ-e-തോയ്ബയുടെ നേതൃത്വത്തിൽ ഹിന്ദു നേതാക്കളെയും മാധ്യമ പ്രവർത്തകരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും കൊലപ്പെടുത്താനാണ് പദ്ധതി തയ്യാറാക്കിയത്. സബീൽ അഹമ്മദ് ഈ പദ്ധതി പ്രകാരം ആയുധങ്ങളും പണവും ശേഖരിക്കുകയായിരുന്നു. കേസിൽ കുടുങ്ങിയതിന് പിന്നാലെ 2010 സബീൽ അഹമ്മദ് സൗദിയിലേക്ക് പോയത്. 2020 ഇയാളെ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചു. ഇതിന് പിന്നാലെയാണ് ഇയാളെ NIA അറസ്റ്റ് ചെയ്തത്. 2007 ജൂണിൽ ഗ്ലാസ്കോ വിമാനത്തിൽ ചാവേർ ബോംബ് ആക്രമണം നടത്തിയ കഫീൽ അഹമ്മദിന്റെ ഇളയ സഹോദരനാണ് ബംഗളൂരുവിലെ ബനശങ്കരി നിവാസിയായ സബീൽ അഹമ്മദ്. ആഴ്ചകൾക്ക് ശേഷം ഗുരുതരമായ പൊള്ളലേറ്റ് കഫീൽ മരണത്തിന് കീഴടങ്ങിയെന്നൊഴിച്ചാൽ സംഭവത്തിൽ ആരും മരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.